മെർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്യണമെന്ന് പലർക്കും ഡ്രീം ഉണ്ട്. എന്നാൽ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഓൺ ബോർഡ് ചാൻസ് ഇല്ലെന്ന് എത്ര പേർക്ക് അറിയാം? എസ്പെഷ്യലി ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, BSc നോട്ടിക്കൽ സയൻസ്, മെറൈൻ എഞ്ചിനീയറിംഗ് ഇത്തരം കോഴ്സുകൾക്ക് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. IMU CET എക്സാം ക്ലിയർ ചെയ്താൽ മാത്രം മതി എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ ആക്ച്വൽ ഗെയിം വരുന്നത് സ്പോൺസർഷിപ്പിന്റെ കാര്യം വരുമ്പോഴാണ്. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം ഈ വീഡിയോയില് ഞാൻ സ്പോൺസർഷിപ്പ് 2026 എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതും അതിനുള്ള ടിപ്സ് കൂടി പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം എന്താണ് സ്പോൺസർഷിപ്പ്, എങ്ങനെയാണ് സ്പോൺസർഷിപ്പ് കിട്ടുന്നത്, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, ഇന്റർവ്യൂസ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, സ്പാംസ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതൊക്കെ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ മെർച്ചന്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രീം ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കൊക്കെ എന്റെ ഈ ഒരു ചാനൽ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്താണ് ഈ സ്പോൺസർഷിപ്പ്? സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഷിപ്പിംഗ് കമ്പനീസ് നിങ്ങളെ ഒഫീഷ്യലി കാഡറ്റായി സെലക്ട് ചെയ്ത് ഫ്യൂച്ചറിൽ ഓൺബോർഡ് ട്രെയിനിങ് നൽകുമെന്ന് കൺഫേം ചെയ്യുന്ന അഗ്രിമെന്റ് ആണ് ഈ സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഏത് കമ്പനിയാണോ സ്പോൺസർഷിപ്പ് നൽകുന്നത് ആ കമ്പനി ഒരു സ്പോൺസർഷിപ്പ് ലെറ്റർ നിങ്ങൾക്ക് തരും. ആ ലെറ്റർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രീസി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. കോഴ്സ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേസ്മെന്റ് ഓൺബോർഡ് ലഭിക്കുന്നതായിരിക്കും. സ്പോൺസർഷിപ്പ് ഇല്ലാതെയാണ് നിങ്ങൾ DNS പോലെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നതെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഓൺ ബോർഡ്, അതായത് ഷിപ്പിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ ബെറ്റർ നിങ്ങൾ BSc നോട്ടിക്കൽ സയൻസ്, DNS പോലുള്ള കോഴ്സുകൾക്ക് സ്പോൺസർഷിപ്പ് എടുത്ത് പഠിക്കുന്നതായിരിക്കും. ഇനി ആർക്കൊക്കെ ഏതൊക്കെ കോഴ്സിനാണ് സ്പോൺസർഷിപ്പ് എക്സാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. കോഴ്സസ് ആയിട്ടുള്ള DNS, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, BSc നോട്ടിക്കൽ സയൻസ്, അതുപോലെ കുറച്ച് മെറൈൻ എഞ്ചിനീയറിംഗ് സീറ്റ്സിനൊക്കെ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി ലഭിക്കണമെങ്കിൽ ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാം എഴുതിയിരിക്കണം. GP റേറ്റിംഗ് കോഴ്സിനൊന്നും സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതും ഷിപ്പിൽ ജോലിക്ക് കയറാവുന്നതും സാധിക്കുന്നതാണ്. ഓഫീസ് ലെവൽ കോഴ്സസിന് സ്പോൺസർഷിപ്പ് എക്സാം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നോക്കാം. ആദ്യം തന്നെ അക്കാഡമിക്കലി നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. അതായത് നിങ്ങൾ 12th PCM കഴിഞ്ഞവരായിരിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കഴിഞ്ഞവരായിരിക്കണം. അതിൽ നിങ്ങൾക്ക് മിനിമം 60% മാർക്ക് ലഭിച്ചിട്ടുണ്ടാവണം. അതുപോലെ ഇംഗ്ലീഷിൽ മിനിമം 50% മാർക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഫിസിക്സ് ആൻഡ് മാത്സ് ഈ സബ്ജക്ട്സിൽ സ്ട്രോങ് ആയിട്ടുള്ള ബേസിക്സ് ഉണ്ടായിരിക്കണം. കാരണം കമ്പനീസ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് കൂടി നോക്കുന്നതായിരിക്കും. നെക്സ്റ്റ് പറയാനുള്ളത് IMU CET എക്സാം ക്ലിയർ ചെയ്തിരിക്കണം. അതായത് IMU CET എക്സാമിൽ ഒരു റാങ്ക് ഉണ്ടായിരിക്കണം. മോസ്റ്റ് റെപ്യൂട്ടഡ് കമ്പനീസും ഈ IMU CETയുടെ റാങ്ക് കൂടി കൺസിഡർ ചെയ്യുന്നതായിരിക്കും. നല്ല റാങ്ക് ആണെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസും കൂടുതലായിരിക്കും. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സബ്ജക്ട് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങളുടെ IMU CETയുടെ സ്കോർ സ്പോൺസർഷിപ്പിന്റെ സെലക്ഷനിലും ഇമ്പാക്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് പറയാനുള്ള ഒരു കാര്യം, അപ്ലൈ ഡയറക്ട്ലി ത്രൂ കമ്പനി വെബ്സൈറ്റ്. അതായത് ഇതൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം മാത്രം അപ്ലൈ ചെയ്യുക. ഒരു കാരണവശാലും ഏജൻസി വഴി അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. കമ്പനീസ് യൂഷ്വലി കണ്ടക്ട് ചെയ്യുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ, എൻട്രൻസ് ടെസ്റ്റ്, സൈക്കോമെട്രിക് ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, പേഴ്സണൽ ഇന്റർവ്യൂ. ഇനി നമുക്ക് ഹൗ ടു ക്രാക്ക് സ്പോൺസർഷിപ്പ് എക്സാം നോക്കാം. ഇതില് റിട്ടേൺ ടെസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ നിങ്ങളുടെ ബേസിക്സ് ആയിട്ടുള്ള PCM അത് ആ സബ്ജക്ട്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ തറവായിട്ട് പഠിക്കണം. റീസണിങ്, ഇംഗ്ലീഷ് അതൊക്കെ തറവായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വരുന്നത് ഇന്റർവ്യൂ പ്രിപ്പറേഷൻസ് ആണ്. അതായത് ഇന്റർവ്യൂവില് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ മെർച്ചന്റ് നേവി ജോയിൻ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ മെർച്ചന്റ് നേവി ചൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കരിയർ ആയിട്ട്, അതുപോലെ അതിനുള്ള ആൻസർ ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സിൽ നിന്നും ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു 9 months ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് താമസിക്കാൻ ഓക്കെ ആണോ, ഞങ്ങളുടെ കമ്പനി, അതായത് നിങ്ങൾ ഏത് ഇന്റർവ്യൂവിനാണോ, ഏത് കമ്പനിയുടെ ഇന്റർവ്യൂവിനാണോ പോയിട്ടുള്ളത് ആ ഒരു കമ്പനി നിങ്ങളെ എന്തിനാണ് ചൂസ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ യോഗ്യത, എന്തുകൊണ്ട് അവർ നിങ്ങളെ ചൂസ് ചെയ്യണം, ഇതിന്റെയൊക്കെ ആൻസർ കണ്ടുപിടിച്ചിരിക്കണം.
അതുപോലെ നിങ്ങൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കമ്പനി നിങ്ങൾ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ ഇന്റർവ്യൂസിന് വരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് ആരാണോ നിങ്ങളടുത്ത് ഇന്റർവ്യൂ നടത്തുന്നത് അവരുമായിട്ട് കറക്റ്റ് ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അല്ലാതെ എവിടേക്കോ നോക്കി താഴോട്ടേക്കൊക്കെ നോക്കിയിട്ടൊന്നും ആൻസേഴ്സ് പറയാൻ പാടില്ല. അതുപോലെ നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണം. എവിടെയും പേടിയുമോ ഭയമോ അല്ലെങ്കിൽ ശബ്ദത്തിലെ ഇടർച്ചയൊന്നും ഇല്ലാതെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കൊടുക്കുന്ന ആൻസേഴ്സ് ഒക്കെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം നിങ്ങൾ അതിന് കൊടുക്കുന്ന ആൻസേഴ്സ് ഒക്കെ ഹോണസ്റ്റ് ആയിരിക്കണം. സത്യസന്ധമായിട്ടുള്ള ആൻസേഴ്സ് വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സാലറി എക്സ്പെക്ടേഷൻസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അതൊന്നും എക്സാജറേറ്റ് ചെയ്ത് പറയാതിരിക്കാൻ ശ്രമിക്കുക. കമ്പനിക്ക് ആവശ്യം മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ്. സോ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കും. മെഡിക്കൽ ഫിറ്റ്നസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഐസൈറ്റ് സ്റ്റാൻഡേർഡ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ബോഡി മാസ് ഇൻഡെക്സ് BMI അവർ പറയുന്ന ആ ഒരു ലിമിറ്റിൽ തന്നെയായിരിക്കണം ഉണ്ടാവേണ്ടത്. സ്കാംസ് ആൻഡ് മിസ്റ്റേക്സ് ടു അവോയ്ഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 to 5 lakhs ഒക്കെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ മുടക്കാതിരിക്കുക, മെയിൻ ആയിട്ട് ഏജൻസിന്റെ ഒക്കെ കയ്യിൽ. അതുപോലെ അവർ തരുന്ന ഫേക്ക് ആയിട്ടുള്ള ഓഫർ ലെറ്റർ ഒന്നും സ്വീകരിക്കാതിരിക്കുക. 100% ജോബ് പ്ലേസ്മെന്റ് ഒക്കെ ഗ്യാരണ്ടി ചെയ്തിട്ട് ഏതെങ്കിലും ഏജൻസ് ഒക്കെ നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക. അതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കമ്പനിയുടെ ടൈപ്പ് ഇല്ലാതെ കോഴ്സിന് ജോയിൻ ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ആരെങ്കിലും നിങ്ങളടുത്ത് വന്നിട്ട് നിങ്ങൾ പണമടക്കൂ, നമ്മൾ നിങ്ങളെ സ്പോൺസർഷിപ്പ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ സഹായിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോളൂ, അതൊരു ബിഗ്ഗസ്റ്റ് സ്കാം ആണ്. നിങ്ങളുടെ ചാൻസ് നിങ്ങൾക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്ന് നോക്കാം. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഇംപ്രൂവ് ചെയ്തിരിക്കണം. അതുപോലെ ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ഉണ്ടാവണം. ബേസിക് ആയിട്ടുള്ള മെറിടൈം നോളജ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. ഷിപ്പിംഗ് ന്യൂസ് ആയിട്ട് ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കണം. എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്തിരിക്കണം. കോൺഫിഡൻസ് പ്ലസ് പ്രിപ്പറേഷൻ ഈസ് ഈക്വൽ ടു സക്സസ് എന്നാണല്ലോ. ഇപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും സ്പോൺസർഷിപ്പ് എന്നുള്ളത് ജസ്റ്റ് ഒരു ലെക്ക് മാത്രമല്ല, അത് ശരിക്കും പ്രിപ്പറേഷൻ ആണെന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയിലൂടെ സ്പോൺസർഷിപ്പ് എക്സാമിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷവും നിങ്ങൾക്ക് ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരുന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതുമാണ്. സോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെർച്ചന്റ് നേവി റിലേറ്റഡ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അടുത്ത ഒരു മെർച്ചന്റ് നേവി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.